സ്നേഹം വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഞാൻ ആഗ്രഹിക്കുന്ന വിഷയം പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മൾ ചർച്ച ചെയ്യാനും ചിന്തിക്കാനും പ്രാർത്ഥിക്കാനായിട്ട് ഉപയോഗിക്കുന്ന വിഷയം കോവിഡ് പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആഹാരം ഏത് വിധത്തിൽ വേണമെന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ കോവിഡിന് ആസച്ചായിട്ടുള്ള മരുന്നുകളില്ല. അപ്പം നമ്മൾ റെസ്റ്റ് എടുക്കുക, ആഹാരം കഴിക്കുക, പിന്നെ ഇപ്പോൾ ആശുപത്രി പോയി കിടന്നു കഴിഞ്ഞാൽ ഇച്ചിരി വിറ്റാമിൻ ഗുളികയും പാരസെറ്റമോളും ഒക്കെ തരുന്നവർ. അപ്പോൾ അതുകൊണ്ട് ഇതിന് എന്താണ് ചെയ്യാൻ പറ്റുന്നത്? വീട്ടിലെ മരുന്നുകൾ തന്നെ ആഹാരം തന്നെ ക്രമീകരിച്ച് കഴിഞ്ഞാൽ കോവിഡിന് വളരെയേറെ സഹായമായിരിക്കും. ഈ ചിന്ത വെച്ചുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഒന്ന്, നമ്മൾ ചെയ്യേണ്ടത് വെള്ളം കുടിക്കണം. ഒരു 5-8 ഗ്ലാസ് വെള്ളമെങ്കിലും ഒരു ദിവസം ഈ കോവിഡ് രോഗി കുടിക്കണം. അപ്പം ബ്ലഡ് സർക്കുലേഷൻ നന്നാകാനായിട്ടും നമ്മുടെ ശരീരത്തിൻ്റെ ദുഷിച്ച് ഈ രോഗം കൂടാതിരിക്കാനായിട്ടാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇത് ഒരു വൈറൽ ഇൻഫെക്ഷൻ അറ്റാക്കാണ്. അത് വന്നു കഴിഞ്ഞ് സാവധാനത്തിൽ നമ്മുടെ ശരീരത്തിൻ്റെ തന്നെ റെസിസ്റ്റൻസ് പവർ ഉണ്ടെങ്കിൽ അതങ്ങ് പൊക്കോളും. ഇനി ചെറിയ രീതിയിലാണെങ്കിൽ അതിനെ നമുക്ക് നശിപ്പിച്ച് കളയാനായിട്ട് സാധിക്കും. മോര് കഴിക്കുന്നത് നല്ലതാണ്. അതിൻ്റെ ബട്ടറിൻ്റെ ഇത് കളഞ്ഞിട്ട് ചില മോര് കഴിക്കുന്നത് നല്ലതാണ്. കഞ്ഞിവെള്ളം ഉപകാരപ്രദമാണ്. കുറേശ്ശെ കഞ്ഞിവെള്ളം കുടിച്ചുകൊണ്ടിരിക്കുന്നത് നല്ലതാണ്. അപ്പോൾ കുറച്ച് എനർജി കിട്ടുകയും ചെയ്യും. ഇങ്ങനെയുള്ള നാരങ്ങ വെള്ളം ഉപയോഗിക്കുന്നത് നല്ലതാണ്. നാരങ്ങ കലക്കി വെച്ചിട്ട് കുറേശ്ശെ വെള്ളം കുടിക്കുക. പഴവർഗ്ഗങ്ങൾ നല്ലതാണ്. പഴവർഗ്ഗങ്ങൾ നമുക്ക് ശരീരത്തിന് ആവശ്യമായുള്ള വൈറ്റമിൻസ് തരും. പച്ചക്കറികളും ധാരാളം ഉപയോഗിക്കണം. വൈറ്റമിൻ സി, ഡി ഇത് രണ്ടും സഹായമാണ്. അപ്പോൾ വൈറ്റമിൻ സി ഉള്ള കൂടുതൽ പച്ചക്കറികൾ, ഫലമൂലാദികൾ ഉപയോഗിക്കുക. ഡി ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ്. വൈറ്റമിൻ ഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ശരീരത്തിന് ആവശ്യമായ എനർജി, ചില നേരം വെയിൽ കൊണ്ട് കഴിഞ്ഞാൽ തന്നെ വൈറ്റമിൻ ഡി കിട്ടും. ക്രമമായ ഇളം വെയിൽ, കടുത്ത വെയിലല്ല, രാവിലെയും വൈകിട്ടുമുള്ള ഇളം വെയിൽ കൊള്ളുന്നത് നല്ലതാണ്. നമ്മുടെ സിങ്കിൻ്റെ അംശം ഉള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ, ചീര ഇങ്ങനെയുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നത് നല്ലതാണ്. പിന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട തരം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പ്രമേഹമുള്ളവർ സൂക്ഷിക്കണം. പ്രമേഹമുള്ളവർക്കാണ് ഈ പറയുന്ന കോവിഡ് കയറി പിടിച്ചിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് പ്രമേഹമുള്ള രോഗികളെ അവർ കഴിക്കുന്ന മരുന്നുകൾ ക്രമമായിട്ട് മരുന്ന് കഴിക്കുക, ഇടയ്ക്ക് ചെക്ക് ചെയ്യുക, ഇങ്ങനെയുള്ള തരങ്ങൾ എടുക്കണം. ഇതുപോലെ ബി പി ഉള്ളവരും സൂക്ഷിക്കണം. ഇത് ഹാർട്ടിനെയും കയറി പിടിക്കുന്നതുകൊണ്ട് ബി പി ക്രമീകരിക്കാനായിട്ട് ശ്രമിക്കണം. അത് പരിശോധന ക്രമമായിട്ട് നടത്തണം. ഇത് കയറി പിടിക്കുന്ന അവയവങ്ങളാണ് കരളിനെ അഫക്റ്റ് ചെയ്യാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇതുപോലെ തന്നെ ശ്വാസകോശങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ഈ മരിക്കുന്ന എല്ലാം തന്നെ ശ്വാസകോശങ്ങളെ ബാധിച്ചിട്ട് ശ്വാസകോശങ്ങളുടെ അറകളെ ബാധിച്ച് ആ അറകളുടെ ശക്തി കുറഞ്ഞ് ശ്വാസം എടുക്കാനും ശ്വാസം പുറത്തേക്ക് കളയാനും പറ്റാത്ത അവസ്ഥ. ഇങ്ങനെ വരുമ്പോഴാണ് നമ്മൾ ഓക്സിജനൊക്കെ കൊടുക്കുന്നത്. വൃക്കകളെ ഇത് ബാധിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ക്രോണിക് ആകാതെ ആ ഒരു സ്റ്റേജ് എന്നാൽ അതേസമയം വളരെ തീരെ വലിയ ഒരു കുഴപ്പമില്ലാത്തതാണെങ്കിൽ നമ്മൾ ആശുപത്രിയിൽ പോകേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന ശ്വാസകോശം, പ്രത്യേകിച്ച് ആസ്മ രോഗികൾ ഒക്കെ ആണെങ്കിൽ എന്നതാണ് ഈ കോവിഡ് പിടിച്ചു കഴിഞ്ഞാൽ ആശുപത്രിയിൽ പോയി കിടക്കുന്നതാണ് നല്ലത്. ശ്വാസകോശത്തിന് കൃത്യമായ മരുന്ന്, ശ്വാസകോശത്തിൻ്റെ മരുന്നുകൾ കൃത്യമായിട്ട് കഴിക്കണം. അതുപോലെ തന്നെ വ്യായാമം ചെയ്യുന്നത് നല്ലതാണ്. കുറച്ച് സമയം രാവിലെയും വൈകിട്ടും വ്യായാമം ചെയ്യുക. വൈറ്റമിൻ ഡി ധാരാളമായിട്ട് നമ്മൾ ഈ വെയിലൊക്കെ കൊള്ളുന്ന സമയത്ത് കിട്ടുമെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇതുപോലെ തന്നെ ചില വസ്തുക്കൾ മദ്യം ഉപേക്ഷിക്കണം. മദ്യം കഴിക്കുന്നവരെ, പുകവലിക്കുന്നവരെ, മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവർ പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ചില്ലെങ്കിൽ അല്ലാതെ തന്നെ ഇങ്ങനെയുള്ളവരുടെ ശ്വാസകോശം പോയി കിടക്കുകയായിരിക്കും. അപ്പോൾ ഈ കോവിഡും കൂടെ കയറി പിടിച്ച് കഴിയുമ്പോൾ ഒറ്റപ്പെടുത്താൻ പിടിക്കും, അതോടുകൂടി ആൾ പോകും. അതുകൊണ്ട് പ്രതിരോധ ശക്തി കുറഞ്ഞിരിക്കുന്ന വ്യക്തികളാണ് ഇങ്ങനെയുള്ളവർ. പിന്നെ നമ്മൾ തന്നെ അമിതമായ ഉത്കണ്ഠ ഉണ്ടാകാതിരിക്കാനായിട്ട്, അതുകൊണ്ടാണ് കോവിഡ് രോഗികളെ ഫോൺ കൗൺസിലിങ്ങിലൂടെയൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതിൻ്റെ കാര്യം. നമ്മുടെ ജീവിതത്തിന് തന്നെ ഭയത്തിൽ നിന്ന് മോചനം കിട്ടുക. ഒന്ന്, നമ്മൾ ധൈര്യമായിട്ട് എടുക്കുക. ഒരു 1.5 ഒക്കെ ഉള്ളൂ ഈ പറയുന്ന അപകടത്തിലേക്ക് ചെന്ന് വീഴുന്നത് കോവിഡ് പിടിച്ചു കഴിഞ്ഞാലും. അല്ലാത്തൊക്കെ നാച്ചുറലായിട്ട് പിടിച്ചങ്ങ് പൊക്കോളും. എന്നാൽ അതേസമയം നമ്മൾ സൂക്ഷിക്കണം. നിരാശയിൽ നിന്ന് മോചനം നേടണം. കുറ്റബോധത്തിൽ നിന്ന് മോചനം കിട്ടണം. ഇതിന് ധ്യാനം, യോഗയൊക്കെ നല്ലതാണ്. പലരും ഞാൻ ചോദിക്കാറുള്ളപ്പോൾ അവർ പറയാറുണ്ട്, ഞാൻ ബൈബിൾ വായിക്കുന്നുണ്ട്, പുറത്ത് പോകുന്നില്ല,
പിന്നെ ക്രമമായ ഭക്ഷണം. അപ്പോൾ ആ സമയത്ത് തന്നെ സമയം നമ്മൾ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യണം. പിന്നെ ഈ കോവിഡ് രോഗത്തിൽ നിന്നും മോചനം കിട്ടാനായിട്ട്. അപ്പോൾ ഇരിക്കുന്ന 1-2 ആഴ്ചയൊക്കെ നമ്മൾ മുറിക്കകത്ത് തന്നെ ആയിരിക്കുമല്ലോ. അപ്പോൾ ആ സമയത്ത് പിന്നെ ഇച്ചിരി യോഗ ചെയ്യുക, ധ്യാനം ഉപയോഗിക്കുക, പ്രാർത്ഥിക്കുക, പാട്ടുകൾ കുറച്ച് ക്രമമായിട്ട്. രാത്രി ഉറക്കം ഉളച്ചുള്ള പാട്ടുകളൊന്നും വെക്കരുത്. പാട്ട് നല്ലതാണ്. കൃഷിപ്പണി നല്ലതാണ്. ചില ഓക്സിജൻ ഒക്കെ കിട്ടാവുന്ന, ഇഷ്ടംപോലെ ഓക്സിജൻ കിട്ടണം. മുറിയുടെ ജനലുകളെല്ലാം തുറന്നിടണം, അടച്ച് മുറുക്കി ഇരിക്കരുത്. ഇതുപോലെ പശുവിനെ ആടിനെയൊക്കെ കൊടുത്ത് പെറ്റ് തെറപ്പി എന്ന് പറയും. മനസ്സ് തന്നെ സ്വസ്ഥമാകാനായിട്ട് നല്ലതായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ ഉപകാരപ്രദമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ആഹാരം തന്നെ കോവിഡിനൊരു മരുന്നാണ്. ആ ഒരു ചിന്ത മനസ്സിൽ വെച്ചുകൊണ്ട് ഇത് ക്രമീകരിക്കാനായിട്ട് ശ്രമിക്കുക. ഒരു നിമിഷം കണ്ണുകളടയ്ക്കുക. കർത്താവേ, മക്കളെ അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. കോവിഡ് രോഗത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ ലോകം മുഴുവൻ വ്യാപിച്ചിരിക്കുന്ന ഈ മാരക വ്യാധിയിൽ നിന്ന് കർത്താവേ, അവിടുത്തെ സ്പർശനം കൊണ്ട് സുഖപ്പെടുത്തണമേ. സമാധാനവും ശാന്തിയും ഞങ്ങൾക്ക് നൽകണമേ. കർത്താവേ, ഈ വീഡിയോ കാണുന്ന ഓരോ മക്കളെയും അനുഗ്രഹിക്കണമേ. ക്രമമായ മരുന്നും ഭക്ഷണവും ക്രമമായി കഴിച്ചുകൊണ്ട് കോവിഡ് രോഗത്തെ അഭിമുഖീകരിക്കുവാനുള്ള കൃപാവരി മക്കൾക്ക് നൽകണമേ. ഇവരുടെ കുടുംബത്തെ ആശീർവദിക്കണമേ, അനുഗ്രഹിക്കണമേ. നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. യേശു മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. പ്രത്യേകിച്ച് ഈ വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഗ്രൂപ്പുകളിലേക്കൊക്കെ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള അസ്വസ്ഥമായിരിക്കുന്ന കോവിഡായിട്ട് ഒത്തിരി പേര് മുറിക്കകത്ത് തന്നെ ചിലവഴിക്കുന്നവരുണ്ട്. ചിലർ ആശുപത്രിയിലുണ്ട്. ചിലർ കുടുംബങ്ങൾ ഭയങ്കരമായ അസ്വസ്ഥയും ഭയവുമായിട്ടിരിക്കുന്നവരുണ്ട്. അവർക്കിത് ഉപകാരപ്രദമായിരിക്കും. ഇത് ഷെയർ ചെയ്യണമെന്ന് പ്രത്യേകം ഓർപ്പിച്ചുകൊണ്ട്, ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്കും ഇത് നിങ്ങൾക്ക് ഒരു ഉപകാരപ്രദമായിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവത്തിന് സ്തുതി.